ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നൊരു രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളെ കാണിക്കാനാണ് ഞാൻ വന്നത്. അപ്പോൾ രാവിലത്തെ വേണ്ട ഇന്ന് ഇച്ചിരി തെളിച്ചമുണ്ട് എന്ന് വെച്ചാൽ വെയിൽ ശകലം വെയിലടിക്കുന്ന പോലെ തോന്നുന്നു. എല്ലാ ദിവസവും മഴയായിരുന്നു. ഇന്ന് ഇച്ചിരി വെട്ടമൊക്കെ കാണുന്നുണ്ട്. ഇച്ചിരി നോക്കുക, അങ്ങ് നീലാകാശത്ത് ഇച്ചിരി പ്രകൃതിയുടെ ആ ഭംഗി നോക്കുക, എന്ത് രസമുണ്ട്. ആ കാക്കയൊക്കെ പറന്നു പോകുന്ന കാണാൻ എന്ത് രസമല്ലേ. അപ്പോൾ എൻ്റെ ചെടിയൊക്കെ ഒന്ന് നോക്കട്ടെ. എല്ലാം പോയി. മഴ വന്നു. മഴയായാലും വിഷയം, വെയിലായാലും വിഷയം. കുറേ റോസ ഉണ്ടായിരുന്നു, എല്ലാം പോയി. എനിക്ക് ഈ പൂ നിൽക്കുന്നതാണ് ഭയങ്കര ഭംഗിയാട്ടോ. അതായത് ഈ മുല്ല നല്ല ഭംഗിയായിരുന്നു, പക്ഷെ അതും പോയി. അതിപ്പോൾ ചെറിയ മൊട്ടിട്ടൊക്കെ വരുന്നുണ്ട്. ഇനി മോളൂട്ടെണ്ണീക്കെന്ന് തോന്നുന്നു. മോളുവേ വന്ന് എത്തി നോക്കുന്ന. അപ്പോൾ നമുക്ക് രാവിലത്തെ വിശേഷങ്ങൾ കാണാം. രാവിലത്തെ നമുക്ക് കാപ്പി. രാവിലെ ഞാൻ ദോശമാവ് അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഗ്യാസ് ഒന്ന് കത്തിച്ചിട്ട് നമ്മളിന്ന് ദോശയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ദോശ കേട്ടിട്ടില്ലേ, മീശക്കാരൻ കേശവന് ദോശ തിന്നാൻ ആശ. പക്ഷെ ഇവിടെ നേരെ തിരിച്ചേട്ടോ. ഇവിടെ ദോശയൊന്നും ആർക്കും ഇഷ്ടമല്ല. എൻ്റെ മക്കൾക്ക് ഇഷ്ടമല്ല, വാപ്പയ്ക്ക് ഇഷ്ടമല്ല, ആർക്കും ഇഷ്ടമല്ല. പക്ഷേ എനിക്കിഷ്ടമാണ് ദോശ. എനിക്കങ്ങനെ നിർബന്ധമൊന്നുമില്ല. അന്നേരം ഞാനിപ്പം എല്ലാവർക്കും അറിയാവുന്ന കാര്യം, എല്ലാവരും ചെയ്യുന്ന അതോടൊപ്പം വലുതായിട്ടങ്ങ് അല്ല നെയ് റോസ്റ്റ് കണക്കങ്ങ് ദോശ ചുടും. നെയ് റോസ്റ്റ് കണക്ക് ചുട്ടിട്ട് ഇച്ചിരി നെയ്യും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ സൂപ്പർ. അന്നേരം ഇപ്പം അത് കഴിക്കുന്നുണ്ട്. ഇച്ചിരി കട്ടി കുറച്ചങ്ങ് ഉണ്ടാക്കാമെങ്കിൽ എൻ്റെ മക്കളും കഴിക്കും, ഇപ്പം എൻ്റെ ഇക്കായും കഴിക്കും. അന്നേരം ഈ ദോശയിലൂടെ നമുക്ക് കഴിക്കാൻ ചമ്മന്തിക്കറി. എങ്ങനെയുണ്ട്? പുളിയില്ലേ? അപ്പോൾ അതൊന്ന് ഇതായിട്ട് വരട്ടെ. ചമ്മന്തിക്കറിക്ക് ഞാൻ ആക്കി വെച്ചിട്ടുണ്ട്. ചമ്മന്തിക്കറി നേരത്തെ ആക്കി വെച്ചു. കാര്യം രണ്ടും കൂടെ കാര്യം, ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ ഇതും കൂടെ ആകുമ്പം ശരിയാവത്തില്ല. അതുകൊണ്ട് എപ്പിടിയുണ്ട് ഈ ഐഡിയ? അപ്പോൾ എനിക്കിതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിഞ്ഞുകൂടാ. ഇങ്ങനെയൊക്കെ ആണോയെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം, തുടർന്ന് കമൻറ്റുകൾ ഇടണം. ഞാൻ കൂടുതൽ ബെറ്റർ ആക്കാൻ ഞാൻ ശ്രമിക്കാം. നമുക്കങ്ങനെ ചാടിക്കയറി നമ്മൾ തുടക്കത്തിൽ തന്നെ നമ്മൾ ശരിയാക്കാം ഇതാക്കാം. കാര്യം നമുക്കിതിനെ ABCD അറിയാൻ വയ്യാത്തവരാ. പ്രത്യേകിച്ച് ഞാൻ ഇതിൻ്റെ ABCD അറിയാൻ വയ്യാത്തവരാണ്. അപ്പോൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ദയവായി ക്ഷമിക്കുക. എന്നിട്ട് ഈ വീഡിയോകളെല്ലാം കാണുക, നിങ്ങളെ കമൻ്റ് അറിയിക്കുക, നിങ്ങളെ സപ്പോർട്ട് അറിയിക്കുക. നെയ്യും കൂടി ഒഴിച്ച് കഴിയുമ്പോൾ ഒരു ഇച്ചിരി ടേസ്റ്റ് അല്ലേ. അതല്ല, കുഞ്ഞുങ്ങൾക്ക് പിന്നെ കറിയുടെ ആവശ്യമില്ല. ലോങ് ആയി പോലുമെന്ന് എനിക്കൊരു നിർബന്ധമുണ്ട് വീഡിയോ. കാര്യം അത് കണ്ടും ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു ബോറടി വരാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ഇവിടെ ഈ പൊതുവേ ദോശ തിന്ന ഇച്ചിരി മടിയുള്ള. അപ്പം അതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഇച്ചിരിയെങ്കിലും കുഞ്ഞുങ്ങളെ കോരി ഒഴിക്കുമ്പോഴേ ഫോണും കൂടെ വെച്ച് ഭയങ്കര ബുദ്ധിമുട്ട്. അതല്ല, ഈ ഫോണിന് ഇച്ചിരി ക്ലിയർ കുറവാണ്. ഈ സംസാരിക്കുമ്പോഴും ഒക്കെ എല്ലാം ഞാൻ നോക്കുന്നുണ്ട്, അങ്ങോട്ട് ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല. അത് വേറൊന്നുമല്ല, ഈ ഫോൺ ഒത്തിരിയായിട്ട് തറയിൽ വീണ് ഇതായിരിക്കും. നമുക്കിപ്പോൾ ഒരു ഫോൺ വാങ്ങിക്കാനുള്ള ഒരു സാമ്പത്തിക സ്ഥിതിയിലല്ല നമ്മൾ കേട്ടോ. അന്നേരം
തൽക്കാലം ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്നൊക്കെ പറയുന്ന കണക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. വരട്ടെ, പൈസയൊക്കെ വരുമ്പോൾ നമുക്ക് പൈസയൊക്കെ വരുമ്പം ഒരു ഫോൺ വാങ്ങിക്കാം. പിടിയെന്നും പറഞ്ഞൊരു കാര്യം നടക്കത്തില്ലല്ലോ. മോള് വന്ന് നിൽക്കുകയാണ് രാവിലെ, മുടിയൊക്കെ കാട് പോലെ ഇട്ട് ഇതായിട്ട് വന്ന് നിൽക്കുകയാണ് രാവിലെ. എന്നാൽ ഞാൻ കൂടുതൽ കാണിക്കാത്ത, എന്നാലും ഒന്ന് കാണിച്ചേക്കാം എൻ്റെ മോളെ. എഞ്ചുടാ അങ്ങോട്ട് നോക്കടാ. തക്കുടുവിന് എന്ത് രാവിലെ കഴിക്കാൻ വേണ്ട? ദോശ മതിയാ? ദോശ മതിയാ പിന്നെ? അവളിപ്പോഴേ തുടങ്ങി കേട്ടോ. ഓക്കെ, ഈ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നത് പക്ഷേ 2 ദിവസം കൊണ്ട് കഴിച്ചു കേട്ടോ. അതാണ് ഞാൻ കുലിക്കാതെ മോളെ, ഫോൺ കുലുങ്ങുന്നു. ഫോൺ തെറിച്ച് എൻ്റെ നിന്ന് വീഴുമെന്ന് എനിക്ക് പേടിയായി പോയി കേട്ടോ. നല്ലോണം അവൾ കുലുക്കി. ചില സമയത്ത് അങ്ങനെയാണ്, നമ്മൾ ചെയ്യുന്ന കണ്ടുകൊണ്ടിരുന്നാലും ഭയങ്കര കുറുമ്പിത്തരം. മണം നോക്ക്. ആ നെയ്യും കൂടെ കഴിച്ചപ്പം വേറെ ലെവൽ. അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഇട്ട് ഇങ്ങനെ എടുത്തോളാൻ വയ്യാത്തൊരു ഇത്. കാര്യം ഭയങ്കര ആ മണം കാരണം. ചൂടോടെ ദോശ കഴിക്കുന്നതല്ലേ ഒരു തണുത്ത ഇതൊന്നും കൊള്ളത്തില്ല. കഴിക്കുമ്പോൾ നമ്മളെപ്പോഴായാലും ചൂടോടെ കഴിക്കണം, ഇളം ചൂടോടെ കഴിക്കണം. എന്ന് വെച്ചാൽ തിളപ്പോടെ എടുത്ത് കഴിക്കണമെന്നല്ല പറയുന്നത്. ഓക്കെ, ദോശയായതുകൊണ്ട് അധികം വേണ്ട കേട്ടോ. അതെല്ലാം മാത്രമല്ല, ഈ രാവിലെ ആയതുകൊണ്ടേ രാവിലെ ഒരു 2 ഒരെണ്ണം, അതിൽ കൂടുതൽ ഇവിടെ ആരും കഴിക്കത്തില്ല. വാ മോളൂട്ടാ വാ ഇരിക്ക്. നാണ്ട ചമ്മന്തിക്കറി. വാ കഴിക്കിരുന്നു. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല്. അപ്പം ഞങ്ങളിനി കഴിക്കട്ടെ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോയ്ക്കും